എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് റോയ്. ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന UK യിലാണ്. ലീവിന് വന്നതാണ്. ഞാൻ 2022 ഒക്ടോബർ 14 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പ് 2 മാസം മുമ്പ് എൻ്റെ വൈഫ് UK ക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവൾ ശ്രമിച്ചെങ്കിലും അവിടെ ഞങ്ങൾക്കൊരു വീട് ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ മാത്രമേ വീട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ട്, കാരണം ഞങ്ങൾക്ക് ഇനിയും ഫാമിലിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും നമുക്ക് അതിന് അമ്മ അനുഗ്രഹിക്കും, നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിരന്തരമായി രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലമായി ഒരു ദിവസം ഇവർക്ക് ഒരു വീട് കാണാൻ ഉള്ള ചാൻസ് കിട്ടി. ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ക്ലാസ്സിൽ വന്ന ഉപ്പ് ഉണ്ടായിരുന്നു. ആ ഉപ്പും കൊണ്ടുപോയി ആ വീട് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഉപ്പ് ആ വീട്ടിലിടുകയും ചെയ്തു. ഒരിക്കലും കിട്ടുമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വീട് ഞങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ 3 വർഷക്കാലം ഞങ്ങളവിടെ താമസിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ 3 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ എൻ്റെ വൈഫ് OSCEയും CBTക്കും എക്സാം പ്രിപ്പയർ ചെയ്യുകയും അതിന് എക്സാമിന് പാസ്സാവുകയും ചെയ്തു. അവൾ പോയപ്പോൾ അമ്മ കാശുരൂപവും കൊന്തമാലയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒന്നും ഇതിൽ കയറ്റാനോ ഒന്നും പറ്റില്ലായിരുന്നു. അവളെ മാലയിൽ കാശുരൂപം ഇട്ടുകൊണ്ട് പോയി. അവൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജയിക്കില്ല, ഭയങ്കര ടഫായിരുന്നു, ഇനിയും എഴുതേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഫസ്റ്റ് ചാൻസ് തന്നെ OSCEയും CBTയും പാസ്സാവുകയും അമ്മയോട് 1000 നിങ്ങൾ അപ്പം തന്നെ അർപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ ജോലി വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നഷ്ടപ്പെടുകയും അതോടുകൂടി ഞങ്ങൾ ആകെ നിരാശരാകുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ പല സുഹൃത്തുക്കളും പറഞ്ഞു, പുതിയ സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ 50 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്ക് ഇവിടെ UK താമസിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഞങ്ങൾ ആകെ നിരാശപ്പെടുകയും ആകെ തകർന്നു പോവുകയും ചെയ്തു. ഈ സമയത്ത് വൈഫ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കരുത്, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കാക്കണമേ എന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മാസക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് 20 ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് UK ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ, എൻ്റെ വൈഫ് എന്നും ഫുൾ ടൈം കരഞ്ഞ് പ്രദക്ഷിണ പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രസംഗവും ചൊവ്വാഴ്ച ധ്യാനം കൂടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ വൈകിട്ടത്തെ രാവിലത്തെ 5:30 പ്രാർത്ഥനയും രാവിലെ വൈകുന്നേരം എല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥന മാത്രം ഒഴുകി കരഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈഫ് പറഞ്ഞു, അമ്മോട് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു തെളിവ് അമ്മയ്ക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫിനെ എന്തോ നല്ലൊരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അവൾ പറഞ്ഞു, എനിക്കെന്തോ നല്ല സുഗന്ധം, നല്ലൊരു മണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും കണ്ണീരോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഞങ്ങൾക്ക് ഇതിന് അടയാളം താമേ, എന്തെങ്കിലും അടയാളം, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു അടയാളം ഞങ്ങൾക്ക് തന്നാൽ മാത്രം ഞങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര തണുപ്പായിക്കൊണ്ട് കോട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അവൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ഇവിടുത്തെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്തോ സാധനം പോക്കറ്റിൽ തടയുന്നതായിട്ടൊക്കെ തോന്നി. അവൾ പോക്കറ്റിൽ കൈയിട്ട് തടഞ്ഞപ്പോൾ ആ സാധനം എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ കാശുരൂപം. അവൾ നോക്കിയത് എവിടെ നിന്ന് വന്നു ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ഈ കാശുരൂപം ഫോട്ടോ അയച്ചു, നീ കാശുരൂപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഈ കാശുരൂപം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ചെറിയ കാശുരൂപമായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കിങ്ങനെ കോട്ടിൽ നിന്ന് കിട്ടിയതാണ്, പ്രാർത്ഥന നോക്കിയപ്പോൾ കോട്ടിൽ നിന്ന് കിട്ടിയതാണ് ആ കാശുരൂപമാണ് ഈ കാണുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ അമ്മയിൽ വിശ്വാസമായി, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അത് പിന്നെ ഞങ്ങൾക്ക് ദുഃഖമോ പ്രയാസമോ ഞങ്ങൾ മനസ്സിലില്ല. ഞങ്ങൾ ഫുൾ ടൈം ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ പിന്നെ ഞങ്ങൾ ഓരോ നിമിഷവും കഴിഞ്ഞു കൂടിയത്. കാരണം അമ്മ കൂടെയുണ്ട്. പിന്നെ കരയുന്ന എന്തിനാ ബുദ്ധിമുട്ട്, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അമ്മ കൂടെയുണ്ട്. അതിൻ്റെ പിറ്റേ മാസം ഡിസംബർ 16 തീയതി ഇപ്പോൾ നല്ലൊരു കെയർ ഹോമിൽ ജോലി കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ അമ്മയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ പഴയ സ്ഥലത്ത് പുതിയ സ്ഥലത്തേക്ക് പോയി ഞങ്ങൾക്ക് അവിടെയും അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു വീട് ലഭിക്കുകയും ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ആശ്രയത്തിൽ മാത്രം ജീവിക്കുന്നുണ്ട്, വളരെ സന്തോഷത്തോടെ മുമ്പോട്ടുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരോടും പറയും, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പുറകോട്ടും തിരിഞ്ഞു നോക്കേണ്ട, അമ്മ നിങ്ങളുടെ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്നും അച്ഛൻ്റെ പ്രസംഗം ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതുപോലെ എല്ലാ ദിവസവും രാവിലെ 5:30 പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ ഉപവാസം ഞങ്ങൾ ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്ന, ഡ്യൂട്ടിയില്ലെങ്കിൽ ഉപവാസം എടുക്കുന്ന, അല്ലെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിലെ പലർക്കും ചികിത്സാ സഹായങ്ങളും അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ എൻ്റെ കൂട്ടുകാരൻ്റെ മകൾ ക്യാൻസർ ആയിരുന്നു, അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഫാദർ മദർ വിളിച്ച് പറയും, ഇന്നാൾക്ക് സുഖമില്ല, അവർക്ക് പൈസ കൊടുക്കണമെന്ന് അപ്പം തന്നെ അയച്ചു കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് UK ചെന്നാലും ഞങ്ങൾ അമ്മയെ ആശ്രയിച്ച് അമ്മയുടെ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചു മുൻപോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ ഈ പരിശുദ്ധ മതഭായുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ UK ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ കൊന്ത പിടിച്ച് പോയി. ഞാൻ ഡ്രൈവിംഗ് സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആ വണ്ടിയിൽ ഉപ്പെടുത്തോണ്ട് ഉപ്പിടുകയും ചെയ്തു. എനിക്ക് നിഷ്പ്രയാസം ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ ഏക ആശയം അമ്മയിൽ ഇവിടുന്ന് കൊണ്ടുവന്ന് ഉപ്പും